രണ്ട് ദേവസ്വം മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലാവുകയും ഉദ്യോഗസ്ഥന്മാരോടൊക്കെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊടുത്തവരുടെ മൊഴികൾ തന്നെ പുറത്തു വന്നത് ശരിയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രഗത്ഭന്മാർ അകത്താകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് 2019 മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ശബരിമല ശ്രീകോവിലിലെ സ്വർണം പോലും മോഷ്ടിക്കാൻ തക്ക ധൈര്യം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? അവർക്ക് രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഈ മോഷണം നടത്താൻ പറ്റുമോ? വിശ്വാസികളെ ഏറ്റവും വേദനിപ്പിക്കുന്ന പ്രശ്നം അതാണ്. അയ്യപ്പന്റെ സ്വത്തിന് പോലും കവർന്നെടുക്കാൻ വേണ്ടി ഒത്താശയായിരുന്നു സർക്കാർ ചെയ്തത് 6 വർഷം. അത് ജനങ്ങളാകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നതിൽ കാര്യം സംശയമില്ല. അത് ആ ചർച്ച തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് കൃത്യമായിട്ടും ദൈവതുല്യരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞത്. ആരാണ് ദൈവതുല്യരായ ആളുകളെന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിയും. മാത്രമല്ല, ഇനിയിപ്പോൾ ഇതിനകത്ത് വ്യക്തമാണ് ഇത് നടന്നിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന കൊള്ളയാണ് അവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചിരിക്കുന്നത്. ഇത് ഭീകരമായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന കാര്യമല്ലേ? ഇങ്ങനെ ഒരു സംഭവം കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ശബരിമല അയ്യപ്പന്റെ സ്വർണം കക്കുന്നത് ആരാ? ഇപ്പൊ CPM-നായിരുന്നു ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അവർ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നില്ലേ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നില്ലേ? അപ്പൊ അത് പാർട്ടി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്.